കേരള രാഷ്ട്രീയത്തിന്റെ ഇതിഹാസമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇരമ്പുന്ന പുതുപ്പള്ളിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം വികാരനിർഭരമായ പ്രതിഷേധത്തിന്റെ വേദിയായി മാറി. അന്തരിച്ച നേതാവിനോടുള്ള ആദരവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ വേട്ടയാടലുകളോടുള്ള അമർഷവും ഒത്തുചേർന്നപ്പോൾ മകൻ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രമണിഞ്ഞ് പോളിംഗ് ബൂത്തിൽ എത്തിയത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറി. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതുപ്പള്ളി എന്നത് ഉമ്മൻചാണ്ടി എന്ന പേരിന്റെ പര്യായമാണ്. അരനൂറ്റാണ്ടിലധികം കാലം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലം ഇത്തവണ ഒരു പുതിയ നിയമസഭയിലേക്കുള്ള ജനവിധി തേടുമ്പോൾ അവിടെ ചർച്ചയാകുന്നത് കേവലം വികസന കണക്കുകളല്ല, മറിച്ച് നീറുന്ന സ്മരണകളാണ്. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിൽ 140 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ ചാണ്ടി ഉമ്മൻ തന്റെ വസ്ത്രധാരണത്തിലൂടെയും വാക്കുകളിലൂടെയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉഗ്രമായ ഒരു കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചത്. കറുത്ത ഷർട്ടും കറുത്ത മാസ്കും ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യാൻ എത്തിയത്. രാഷ്ട്രീയത്തിൽ കറുപ്പ് പലപ്പോഴും പ്രതിഷേധത്തിന്റെ അടയാളമാണ്. തന്റെ പിതാവിനെ 9 വർഷക്കാലം ഒരു സർക്കാർ എങ്ങനെയൊക്കെ വേട്ടയാടി എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ആ വസ്ത്രധാരണം. കറുപ്പ് പ്രതിഷേധത്തിൻ്റെതാണ്, ഇത് വലിയൊരു ആചാരത്തിന്റെ ഭാഗമാണെന്ന് കൂടി വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കറുപ്പിനോടുള്ള മുൻകാല അലർജിയെ പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. തന്റെ പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ CBI അന്വേഷണം വരെ നേരിടേണ്ടി വന്ന കുടുംബത്തിന്റെ വേദനയാണ് ആ പ്രതിഷേധത്തിന് പിന്നിലുണ്ടായിരുന്നത്. സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ മുൻനിർത്തി ഇടതുപക്ഷ സർക്കാർ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചുവെന്നാണ് ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നത്. അന്യായമായ കേസുകൾ ചുമത്തിയും വ്യക്തിഹത്യ നടത്തിയും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചവർ ഇന്നും സർക്കാർ സംരക്ഷണം നൽകുന്നു എന്നതാണ് UDF ഉന്നയിക്കുന്ന പ്രധാന പരാതി.